ഹലോ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളാണോ? പ്ലസ് ടു കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വളരെയധികം ഓപ്പർച്യൂണിറ്റീസാണ് നമുക്കുള്ളത് അല്ലേ? മെഡിസിൻ ഉണ്ട്, ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ബി ടെക്, എം ടെക്, അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേത് ചൂസ് ചെയ്യണമെന്നല്ല. പക്ഷേ എന്നാലും നമുക്കറിയാൻ പാടില്ലാത്ത പലവിധ കോഴ്സുകളുണ്ട്. അതിലൊരു കോഴ്സാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ദാറ്റ് ഈസ് മോളിക്കുലർ ബയോളജി. എന്താണ് മോളിക്കുലർ ബയോളജി? മോളിക്കുലർ ബയോളജി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ മെഡിസിൻ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന പോലെ ഒരു അക്കാദമിക് പ്രോഗ്രാമാണ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് ബയോളജിക്കൽ മോളിക്യൂൾസ്, പിന്നെ അതിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷൻ, ദെൻ ഇൻട്രാക്ഷൻ, അതിനെക്കുറിച്ച്, അതായത് ലിവിങ് ഓർഗാനിസത്തിലുള്ള ഈ ഓരോ മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷൻ, ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് മോളിക്കുലർ ബയോളജി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ കോഴ്സിന് അഡ്മിഷൻ, അതായത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ആർക്കൊക്കെ ജോയിൻ ചെയ്യാം? പ്ലസ് ടുവിന് സയൻസ് സബ്ജക്റ്റായിട്ട് എടുത്തിട്ടുള്ളവർക്കൊക്കെ ഇതിന് ജോയിൻ ചെയ്യാം ആസ് എ ഡിഗ്രി കോഴ്സ് എന്ന് പറഞ്ഞ പോലെ, ലൈക്ക് യു ജി ആയിട്ട്. ആൻഡ് ആഫ്റ്റർ യു ജിക്ക് നിങ്ങൾ BSc സുവോളജി, ബയോടെക്നോളജി, ബയോമെഡിക്കൽ സയൻസ് ആൻഡ് ഫോറൻസിക് സയൻസ്, BSc ഫിസിയോളജി ആൻഡ് വെറ്റിനറി സയൻസ്, മെഡിസിൻ, ഡെൻറ്റിസ്ട്രി, നഴ്സിംഗ് പോലുള്ള മെഡിക്കൽ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഡിഗ്രിയാണ് നിങ്ങൾ കഴിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് PGയും ഇതിൻ്റെ അകത്ത് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ എവിടെ നമുക്ക് ഇതിൻ്റെ അഡ്മിഷൻ കിട്ടും, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് പഠിക്കേണ്ടത്? ഇതിൽ പഠിക്കാൻ എവിടെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ലൈക്ക് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ട്രിവാൻഡ്രത്തുള്ള രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഉണ്ട്. ദെൻ സെൻറ്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലർ ബയോളജി ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്ന സെൻറ്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലർ ബയോളജി, അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ദെൻ അസീം പ്രേംജി യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ട്രാൻസ് ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, ദെൻ ICMR, ആയുഷ്, ICAR, CSIR, IVRI, NDRI, അമൃത യൂണിവേഴ്സിറ്റി, മണിപ്പാൽ യൂണിവേഴ്സിറ്റി, ഇവിടെ എല്ലായിടത്തും ഈ ഒരു കോഴ്സ് ഉണ്ട്. ഓക്കെ, കോഴ്സ് അവൈലബിൾ ആണ്. ദെൻ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എളുപ്പത്തിൽ കിട്ടും. കിട്ടുമെന്ന് വെച്ചാൽ എൻട്രൻസ് എക്സാം എഴുതി നമ്മൾ മറ്റ് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ പ്രിപ്പയർ ചെയ്ത് എൻട്രൻസ് എക്സാം എഴുതുക. ദെൻ ലിസ്റ്റിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ആൻഡ് ഇന്ത്യയിൽ അകത്ത് മാത്രമല്ല, ഇന്ത്യയിൽ പുറത്തും നമുക്ക് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ കോഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റും. അതിനെന്തൊക്കെയാണ് വേണ്ടത്? ഇത് നിങ്ങൾ സ്റ്റഡി അബ്രോഡാണ് നോക്കുന്നത്, ഈ കോഴ്സിന് സ്റ്റഡി അബ്രോഡാണ് നോക്കുന്നതെങ്കിൽ IELTS ഓർ TOEFL നിങ്ങൾ പാസ്സാകണം. അതർവൈസ് ഇനി USA പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് GRE സ്കോറ് മസ്റ്റായിട്ട് വേണം. ഓക്കെ, ലൈക്ക് ഇനി അതൊരു PGക്കാണ് പോകുന്നതെങ്കിൽ, PG അല്ല UGക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ SATO അല്ലെങ്കിൽ ASTO പാസ്സായിരിക്കണം. ഇന്ത്യയുടെ അകത്ത് എങ്ങനെ അഡ്മിഷൻ കിട്ടേണ്ടത് ഞാൻ പറഞ്ഞു, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം എഴുതിയാൽ മതി. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ സ്റ്റഡി അബ്രോഡാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പ് അവൈലബിൾ ആണ് ഈ കോഴ്സിന്. എന്തൊക്കെ സ്കോളർഷിപ്പാണ് അവൈലബിൾ? ഇറാസ്മസ് മണ്ടസിൻ്റെ സ്കോളർഷിപ്പ് ഉണ്ട്, ദെൻ ഫുൾ ബ്രൈറ്റ്, ഫെലിക്സ് സ്കോളർഷിപ്പ്, ദെൻ DTID, UK IERI, ഇതുപോലുള്ള സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. ഇനി അടുത്തൊരു മെയിൻ ക്വസ്റ്റ്യൻ, ഈ ഒരു മോളിക്കുലർ ബയോളജിയിൽ UG അല്ലെങ്കിൽ PG എടുത്തു കഴിഞ്ഞാൽ എന്താകും, അല്ലെങ്കിൽ എന്താണ് അടുത്ത ജോലിക്കുള്ള സ്കോപ്പ്? നിങ്ങൾക്കൊരു സയൻറ്റിസ്റ്റായിട്ട് ഏതെങ്കിലും ഒരു റിസർച്ച് സെൻറ്ററിൽ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യാനോ, ഓർ ആസ് എ ടീച്ചർ കോളേജോ ഓർ യൂണിവേഴ്സിറ്റിയിലോ ടീച്ചറായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ R&Dയിൽ വർക്ക് ചെയ്യാം. ദാറ്റ് മീൻസ് റിസർച്ച് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാം. ദെൻ മോളിക്കുലർ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ജോലി സാധ്യതകൾ. അത് നമുക്ക് ഇന്ത്യക്കകത്തും പുറത്തും വളരെയധികം ജോലി സാധ്യതകൾ ഇതിൻ്റെ ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ട്. സോ ഈ ഒരു പുതിയ കോഴ്സിനെ കുറിച്ച് എന്തായാലും അറിഞ്ഞല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു കോഴ്സിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാവുന്നതാണ്.